ദിയാകൃഷ്ണയുടെ അച്ഛൻ BJP കാരനായതുകൊണ്ടും ദിയാകൃഷ്ണയുടെ അച്ഛൻ ഒരു നായരായതുകൊണ്ടും പൂർണ്ണമായും ഈ വിഷയത്തിൽ കുറ്റക്കാരി ദിയാകൃഷ്ണയാണ്. ഇവരങ്ങ് രംഗത്ത് വന്ന് ഞങ്ങൾ 2 ലക്ഷം രൂപ വരെ എടുത്തു എന്ന് വിളിച്ചു പറഞ്ഞൊന്നുമല്ല. ദിയാകൃഷ്ണയ്ക്ക് നേരെ മറ്റൊരു വിഷയം ഉയർന്നു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെയുണ്ട്. ആ വിഷയം കൂടി ഇതിനകത്ത് അന്വേഷിക്കണം എന്ന് ഞാൻ ഇവിടുത്തെ ബഹുമാനപ്പെട്ട നികുതി വകുപ്പിനോട് അഭ്യർത്ഥിക്കുകയാണ്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ജാതി 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 എന്ന് മുറവിളി കൂട്ടുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ. എന്തിലും കയറി അങ്ങ് ജാതി പിടിച്ചു പോകുന്നൊരു സംവിധാനമുണ്ട്. അഹാനകൃഷ്ണൻ ഒഴിച്ചു ബാക്കിയുള്ളവരെല്ലാം കൃഷ്ണകുമാറിന്റെ മകൾ എന്ന ബ്രാൻഡിങ്ങിൽ തന്നെയാണ്. BJP നേതാവും നടനുമായ കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയെന്നും BJP നേതാവ് കൃഷ്ണകുമാറിന്റെ മകൾ ജാതി അധിക്ഷേപം നടത്തിയെന്നുമായിരുന്നു. ഇൻഫ്ലുവൻസർ ദിയാകൃഷ്ണയുടെ കടയിൽ നിന്ന് 2 ലക്ഷം രൂപ വരെ പ്രതിദിനം പറ്റിച്ചുകൊണ്ടിരുന്ന ജീവനക്കാരികളുടെ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ഇതിനു മുൻപ് വന്ന വാർത്തകൾ അനുസരിച്ച് ഈ ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയി കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയി എന്നും അതുപോലെ തന്നെ ദിയാകൃഷ്ണയുടെ ഭർത്താവ് ഇവരോട് മോശമായി പെരുമാറിയെന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം ഇവർ അതെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങൾ തന്നെയാണ് ചെയ്തത്, QR കോഡ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് 69 ലക്ഷം രൂപ വരെയാണ് തട്ടിയിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കളികൾ ഉണ്ടാവുമോ? കാരണം ആരെങ്കിലും ഭയപ്പെടുത്തിക്കൊണ്ട് മാറ്റിച്ചതാവാൻ സാധ്യതയുണ്ടോ? എന്തിന്? അങ്ങനെയൊന്നുമില്ല. പക്ഷെ എനിക്ക് ചിരി വന്നത് എന്താണെന്ന് വെച്ചാൽ ഹർഷയുടെ ഇൻട്രോയിൽ ഹർഷ പറഞ്ഞത് ഇൻഫ്ലുവൻസർ ദിയാകൃഷ്ണ എന്നാണ്. പക്ഷേ കൃഷ്ണകുമാർ മകളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത വന്നത് BJP നേതാവും നടനുമായ കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയെന്നും ദിയാകൃഷ്ണ ഇവർക്ക് മേൽ ജാതി അധിക്ഷേപം നടത്തിയെന്ന് പറഞ്ഞപ്പോൾ BJP നേതാവ് കൃഷ്ണകുമാറിന്റെ മകൾ ജാതി അധിക്ഷേപം നടത്തിയെന്നുമായിരുന്നു. ഇപ്പോഴെങ്ങനെയായത് ഇൻഫ്ലുവൻസർ ദിയാകൃഷ്ണയായ? ഞങ്ങൾക്കൊക്കെ അറിയാവുന്നത് ദിയാകൃഷ്ണയായാലും മറ്റുള്ളവരായാലും, അതായത് അവരുടെ ഈ കൃഷ്ണകുമാറിന്റെ മൂത്ത മകളുണ്ടല്ലോ സിനിമയിൽ അഭിനയിക്കുന്ന കുട്ടി ഹാനകൃഷ്ണൻ ഒഴിച്ചു ബാക്കിയുള്ളവരെല്ലാം കൃഷ്ണകുമാറിന്റെ മകൾ എന്ന ബ്രാൻഡിങ്ങിൽ തന്നെയാണ്. ഹാന വന്നപ്പോൾ കൃഷ്ണകുമാറിന്റെ മകളായിരുന്നു. പിന്നീട് ആ കുട്ടി കുറെ സിനിമകളൊക്കെ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. ദിയാകൃഷ്ണയൊക്കെ എങ്ങനെയാണ് ഇത്ര വൈറലായത് എന്ന് ചോദിച്ചാൽ, ദിയാകൃഷ്ണ പിന്നെ കുറച്ച് മോഡേണായി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് കുറച്ച് റീലൊക്കെ ചെയ്യും. BJP നേതാവ് കൃഷ്ണകുമാറിന്റെ മകൾ എന്ന തരത്തിൽ ബ്രാൻഡ് ചെയ്ത് നെഗറ്റീവ് അടിച്ച് അവരെ അങ്ങ് വൈറലാക്കി എടുത്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ എന്തായാലും കുറ്റക്കാർ ഓപ്പോസിറ്റ് നിൽക്കുന്നവരാവുമ്പോൾ അത് BJP നേതാവ് കൃഷ്ണകുമാർ അല്ലാതെ ഇൻഫ്ലുവൻസർ ദിയാകൃഷ്ണ ആയതിൽ ഹർഷ അടക്കമുള്ള ആളുകളോട് നന്ദി പറയട്ടെ. എനിക്ക് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തിനും ഞാൻ പകതിരിവുണ്ടായതിൽ നന്ദി പറയുകയാണ്. നോക്കൂ, ഇവിടെ പ്രതിദിനം 2 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് അവർ കുറ്റസമ്മത വഴി കൊടുത്തിരിക്കുകയാണ്. ഇനി ഇവരങ്ങ് രംഗത്ത് വന്ന് ഞങ്ങൾ 2 ലക്ഷം രൂപ വരെ എടുത്തു എന്ന് വിളിച്ചു പറഞ്ഞൊന്നുമല്ല. പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയപ്പോൾ അവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ കള്ളമാണെന്ന് തെളിഞ്ഞപ്പോൾ സമ്മതിക്കേണ്ടി വന്നതാണ്. ഇനി ഞാനിവിടെ ചിന്തിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഒരു ദിവസം 2 ലക്ഷം രൂപ അവിടുത്തെ ജീവനക്കാർ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ദിവസം നടക്കുന്ന കച്ചവടം എന്തായിരിക്കും? അതിന് മറ്റൊരു പ്രശ്നമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 4-5 ലക്ഷം രൂപയുടെ ബിസിനസ് നടക്കുന്ന ഒരു സ്ഥാപനം ആണെങ്കിൽ ഇവര് എത്ര രൂപയ്ക്ക് ഈ GST അടയ്ക്കുന്നുണ്ട്, ടാക്സ് അടയ്ക്കുന്നുണ്ട് എന്നുള്ള മറ്റൊരു വിഷയം അവിടെ ഇപ്പുണ്ട്. പക്ഷേ ദിയാകൃഷ്ണയ്ക്ക് നേരെ മറ്റൊരു വിഷയം, ഈ സ്ഥാപനത്തിനെതിരെ മറ്റൊരു വിഷയം ഉയർന്നു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെയുണ്ട്. പറഞ്ഞതും അത് തന്നെയാണല്ലോ, നികുതി വെട്ടിപ്പിന് വേണ്ടി ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റി എന്നുള്ള രീതിയിലാണ് ആദ്യമൊക്കെ ഇവർ പറഞ്ഞത്. അതാ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വിഷയം കൂടി ഇതിനകത്ത് അന്വേഷിക്കണം എന്ന് ഞാൻ ഇവിടുത്തെ ബഹുമാനപ്പെട്ട നികുതി വകുപ്പിനോട് അഭ്യർത്ഥിക്കുകയാണ്, GST ഡിപ്പാർട്ട്മെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ദിയാകൃഷ്ണ ഇതിന്മേൽ ടാക്സ് അടച്ചിട്ടുണ്ടോ നമുക്കറിയില്ല, ടാക്സ് അടച്ചിട്ടുണ്ടോ GST അടച്ചിട്ടുണ്ടോ എത്ര സ്റ്റോക്ക് കാണിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതും കൂടി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. എങ്കിലും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ജാതി 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 എന്ന് മുറവിളി കൂട്ടുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ. ഈ സമൂഹത്തിന്റെ ഈ സമൂഹം കെട്ടിപ്പടുത്തപ്പോൾ ഇവിടെ കുറച്ച് ജാതീയമായ വേർതിരിവുകൾ ഉണ്ടായപ്പോൾ താഴ്ത്തപ്പെട്ട ജാതി ഞാൻ പറയില്ല, താഴ്ത്തപ്പെട്ട ജാതിയിൽപ്പെട്ട കുറച്ച് ആളുകൾ അവരെയൊക്കെ ദിയാകൃഷ്ണ എന്ന് പറയുന്ന ആൾ ജോലി കൊടുക്കുന്നു. ദിയാകൃഷ്ണ എന്ന് പറയുന്നു, എൻ്റെ അച്ഛൻ ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ലെങ്കിലും എൻ്റെ അച്ഛൻ നായരാണ്, അമ്മ ഈഴവയാണ്, എൻ്റെ ഭർത്താവ് ബ്രാഹ്മണാണ്, ഞാൻ ഏത് ജാതിയാണെന്ന് എനിക്കറിയില്ല എന്ന് ദിയാകൃഷ്ണ അവസാനം വന്ന് പറയേണ്ടി വന്നു. അപ്പൊ ജാതി ഒന്നും നോക്കിയിട്ടായിരിക്കില്ല ആരെയും ജോലിക്ക് എടുക്കും. ഇപ്പൊ ഹർഷ എൻ്റെ അടുത്ത് ഈ സ്ഥാപനത്തിൽ ഇന്റർവ്യൂവിന് വന്നപ്പോൾ ഹർഷയുടെ മതം ഏതാണ്, ജാതി ഏതാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഹർഷയുടെ പേര് ഹർഷ എന്ന് പറഞ്ഞു. ഹർഷ പിന്നീട് ജോയിൻ ചെയ്തതിനു ശേഷമാണ് ഹർഷ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളാണെന്ന് ഞാൻ അറിയുന്നത്. ഞാൻ നിങ്ങളുടെ ബയോഡേറ്റയിൽ നിങ്ങളുടെ ജാതിയോ മതമോ തേടി പോയിട്ടില്ല. അങ്ങനെയാണ് എല്ലാ ആളുകളും. അവർക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ അറിയാമോ, ജോലി ചെയ്യാൻ അറിയാമോ, അല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയുണ്ട്, അയാളുടെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ് ജോലിക്ക് എടുക്കുക. ഇന്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ജോലി നോക്കുക. അല്ലാതെ ജാതി നോക്കി എടുക്കുന്ന ആളുകൾ ഇല്ലാതല്ല, അങ്ങനെയുള്ളവരെ എനിക്കറിയാം. അങ്ങനെ അല്ലാത്തവരാണ് ഇന്ന് സമൂഹത്തിൽ കൂടുതലുമുള്ളത്. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എന്താ ഉണ്ടാവുക? ജാതിയുടെ പേര് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഇപ്പൊ ഞാൻ അടൂർ ഗോപാലകൃഷ്ണന്റെ കേസ് അതിനകത്ത് ഞാൻ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ എന്താ പറഞ്ഞ്, സ്ത്രീകൾക്കും SC/ST കമ്മ്യൂണിറ്റിയിൽ പെടുന്നവർക്കും സിനിമ ചെയ്യാൻ 1.5 കോടി രൂപ കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ട പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം, ജനങ്ങളുടെ നികുതി പണമാണിത്. അയാൾക്കതേ പറയാൻ പറ്റൂ. കാരണം എന്താ,
അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്ന ഈ 1.5 കോടി രൂപ കൊടുക്കുന്ന ഈ പദ്ധതി SC/ST വിഭാഗക്കാർക്കും വനിതകൾക്കും വേണ്ടിയുള്ളതാണ്. അതെ. അപ്പൊ അത് പറയാതെ അഡ്രസ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് കൊടുക്കരുതെന്നല്ലോ അദ്ദേഹം പറഞ്ഞത്. പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തിലും കയറി അങ്ങ് ജാതി പിടിച്ചു പോകുന്നൊരു സംവിധാനമുണ്ട്. ഇപ്പോ വേടനെതിരെ കേസ് വന്നാൽ പറയുക ജാതി താഴ്ന്ന ആളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ വിനായകൻ എന്തെങ്കിലും പൊകൃതരം കാണിച്ചാൽ അതിനെതിരെ ആരെങ്കിലും ഒരു കുറിപ്പിട്ടാൽ അയാളെ ജാതീയമായി അധിക്ഷേപിച്ചു. ജാതിക്കാട് ഇറക്കി കളിക്കുക. രാഷ്ട്രീയക്കാർക്കിടയിൽ ഈ ജാതിക്കാരുടെ ഇറക്കി കളിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇല്ലാതൊന്നും പറയില്ല. ഒരുപക്ഷെ ഞാനത് പൊളിറ്റിക്സിലേക്ക് കൊണ്ട് കെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഈ പെൺകുട്ടികൾ ആദ്യം മുതൽ ഇങ്ങോട്ടേക്ക് പറഞ്ഞുകൊണ്ട് വന്ന കള്ളങ്ങൾ എന്തൊക്കെയാ? ഇവരെ തട്ടിക്കൊണ്ടുപോയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അവരുടെ ഭർത്താവ് അങ്ങ് അബ്രോഡിലാണ്, എല്ലാ മാസവും 2-2.5 അയച്ചു കൊടുക്കേണ്ട ബാക്കിയാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്തൊക്കെ കഥകളാണ് അടിച്ചിറക്കിയത്. ഇവിടെ പൂർണ്ണമായും ഈ വിഷയത്തിൽ കുറ്റക്കാരി ദിയ കൃഷ്ണയാണ്. കാരണം സ്വന്തം സ്റ്റാഫുകളെ ഒരുപക്ഷെ കൂടപ്പിറപ്പ് പോലെ സ്നേഹിച്ചിട്ടുണ്ടാകാം. അതെ. ദിയ കൃഷ്ണയുടെ കല്യാണത്തിന് ശേഷം ആ സ്ഥാപനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ പെൺകുട്ടികൾക്കായിരുന്നു. ഞാൻ പറഞ്ഞേ കൂടപ്പിറപ്പുകളെ പോലെ സ്നേഹിച്ചിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ ഇത്രയും കാലം കൂടെ നിന്ന് സ്റ്റാഫുകളെ മനസ്സിലാക്കാൻ ആർക്ക് സാധിച്ചില്ല? ദിയ കൃഷ്ണയ്ക്ക് സാധിച്ചില്ല. അവർ ചതിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇവർ ഈ പണം അടിച്ചു മാറ്റാനുള്ള കാരണം എന്താ? അവരുടെ ലൈഫിൽ കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആവണം എന്ന ആഗ്രഹമാണ്. നോക്കൂ, ഒരു സ്ഥാപനം നടത്തുമ്പോൾ, ഞാൻ ദിയ കൃഷ്ണയുടെ കേസിലല്ല, അല്ലാതെ ഞാൻ പറയാം, ഒരു സ്ഥാപനം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു കൂട്ടം സ്റ്റാഫുകൾ അതിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനം തുടങ്ങാനോ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ എൻ്റെ കൂടെ നിന്ന് ഒരുപാട് പേര് മറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സന്തോഷമുള്ളൂ, എന്നെ സംബന്ധിച്ച് സന്തോഷമുള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായ ഒരു സങ്കടം, ഒരു വാക്ക് പറഞ്ഞിട്ട് ഇവർക്ക് ചെയ്യാമായിരുന്നു എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ പിന്നീട് ഇരുന്ന് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യേണ്ടി വന്നത്? ഒന്നെങ്കിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല ഇവരുടെ ലക്ഷ്യം സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളതാണ്. അത് ആദ്യമേ മനസ്സിലാക്കിയായിരുന്നെങ്കിൽ ഈ സങ്കടം വരില്ലായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയോ വർക്ക് ഫ്രീഡമോ നമ്മുടെ സ്ഥാപനത്തിൽ കിട്ടാത്തത് കൊണ്ടാണ് അവർ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അതും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന അവർക്ക് ജന്മന ചില വാസനകളുണ്ട്, അവരിങ്ങനെ കാണിക്കുള്ളൂ. ഇത് ദിയ കൃഷ്ണയുടെ കേസുമായി ബന്ധപ്പെട്ടിയാണ് പറയുന്നത്, എൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിയല്ല ഞാൻ പറയുന്നത്. എൻ്റെ സ്ഥാപനത്തിൽ ആരും നമ്മളെ പറ്റിച്ചിട്ടോ മോട്ടിച്ചിട്ടോ ഒന്നും ഇവിടുന്ന് പോയിട്ടില്ല. അപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് ഇപ്പോൾ പറ്റിച്ചും മോട്ടിച്ചും പോയതുകൊണ്ട് ഇത് പറയണം. ഈ 3 കാര്യങ്ങളാണ്. ഒന്നുകിൽ അവർക്ക് സ്വന്തമായി സ്വന്തം നിലയിൽ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാനുള്ള ആഗ്രഹം, അതല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലെ സാഹചര്യങ്ങളുമായി അവർക്ക് അഡ്ജസ്റ്റ് ചെയ്തു പോകാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന വാസന. ഈ 2 കാര്യങ്ങളെ അങ്ങ് മാറ്റി നിർത്തൂ. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ വിട്ട് നമ്മുടെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ വന്ന ആളുകളാണ് ഇവിടുന്ന് മാറി അങ്ങോട്ടേക്ക് പോയത്. അത് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷമാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെ കൂടി കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ഫ്രീഡവും കൊടുത്ത് അവരുടെ ടാലന്റിനെ മനസ്സിലാക്കി അവർക്കൊരു പുതിയ സംവിധാനം തുടങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത്, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് തിരിച്ചറിയുന്ന സമയത്ത് അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അവർ വർഷങ്ങളോളം നമ്മളോട് നിൽക്കും. ആ സ്ഥാപനം നമ്മുടേതായിട്ട് വളരും. അവിടെ ഒരു ഫ്രീഡം കൊടുക്കാതെ എല്ലാത്തിലും കയറി ഞാൻ പറയുന്നത് കേൾക്കാവൂ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോഴാണ് ഇവർ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതുപോലെ ഞാനിത് പറഞ്ഞു വന്നപ്പോൾ കോമൺ ആയിട്ടൊരു കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ദിയ കൃഷ്ണ കേസിൽ ദിയ കൃഷ്ണയുടെ അച്ഛൻ BJP കാരനായതുകൊണ്ടും ദിയ കൃഷ്ണയുടെ അച്ഛൻ ഒരു നായരായതുകൊണ്ടും ജാതിക്കാട് ഇറക്കി കളിക്കാം എന്ന് വിചാരിച്ചു വന്നു. പക്ഷെ സ്മാർട്ടായിട്ട് ആ കുട്ടി വന്നിരുന്ന് പറഞ്ഞ ഒറ്റ ഡയലോഗിൽ ജാതിക്കാട് തീർന്നു എന്നുള്ളതാണ്. ആ കുട്ടിക്ക് പറയാം, കാരണം കുട്ടിയുടെ അച്ഛനും അമ്മയും ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. അവരുടെ 2 ഇന്റർകാസ്റ്റ് മാരേജിൽ ജനിച്ച ഒരു കുട്ടിക്ക് ഇപ്പോൾ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് എൻ്റെ സ്വന്തം ജാതിയിൽ നിന്നായിരിക്കാം. അല്ല, ഒരു എക്സാമ്പിൾ നോക്കും, ഞാൻ മറ്റൊരു ജാതിയിൽ നിന്ന് വിവാഹം കഴിച്ചുവെങ്കിൽ ഈ ജാതിയും തേങ്ങയൊന്നും ഇല്ല എങ്കിൽ പോലും ഞാൻ പറയാം, ഉദാഹരണം പറയാം, ഈ നാട്ടിലെ സിസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ട് പറയേണ്ടി വരുന്ന എനിക്കുണ്ടാവുന്ന കുട്ടി ഏത് കാസ്റ്റ് ആണെന്നേ പറയാൻ പറ്റുമോ? അച്ഛൻ്റെ കാസ്റ്റ് ആണോ അമ്മയുടെ കാസ്റ്റ് ആണോ? രണ്ടുപേരുടെയും DNA രണ്ടുപേരുടെയും ചോരയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടി വിവാഹം കഴിക്കുന്ന ഈ 2 പേരുടെയും ഇതിലല്ല, മറ്റൊരു കാസ്റ്റിൽ നിന്നാണ്. അവർക്ക് ജനിക്കുന്ന കുട്ടി ഇനി ഏത് കാസ്റ്റ് ആവും? കാസ്റ്റ്ലെസ് എഴുതി വെക്കണം, അങ്ങനെ എഴുതണം. അവർക്ക് നേരെയാണ് ഇവിടെ കൊണ്ടുവന്ന് ജാതിക്കാട് എന്തു പറഞ്ഞാലും ജാതി 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 ജാതി. നിയമം കൊടുക്കുന്ന പരിരക്ഷകളെയും സമൂഹം കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ അനാവശ്യമായി ദുരുപയോഗം ചെയ്ത് പാവപ്പെട്ടവന്റെ മണ്ടേ കുതിര കയറാനും കാണിക്കുന്ന ഈ ഒരു അനാവശ്യമായൊരു വ്യഗ്രതയുണ്ട്. അടൂർ ഗോപാലകൃഷ്ണന്റെ കേസിലും വേടന്റെ കേസിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന വിനായകന്റെ കേസിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ജാതീയമായ അതിശയമൊന്നുമില്ല. അവർ ചെയ്യുന്ന തെറ്റെന്താണോ അതാണ് തോന്നുന്നത്. തെറ്റുമല്ല. ഇപ്പം ഹർഷ ഇവിടെ ഇരിക്കുകയാണ്, ഹർഷയോട് ഞാൻ പറയാണ്, ഹർഷേ നീ കാണിച്ച ശരിയൊന്നുമല്ല കേട്ടോ, നീ ഒരു തെറ്റ് ചെയ്തു, ഞാൻ പറയാണ് ഈ പണിയും കൊണ്ട് ഇവിടെ നിൽക്കരുത് എന്ന് പറയുന്നതിനെ നീ നാളെ ചെന്നിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുക, ഹർഷ ബീവി ഫ്യൂഡൽ മാടമ്പി രോഹിത് നായർ എന്നോട് പറഞ്ഞു നീ ഇവിടെ നിൽക്കേണ്ടവളല്ല, പാകിസ്ഥാനിലേക്ക് പോകേണ്ടവളാണ്. എന്നെ വെട്ടിക്കൊല്ലാൻ ചിലപ്പോൾ ആള് വരും. ഞാൻ എന്താ നിന്നോട് പറഞ്ഞേ? ഞാൻ ഉദാഹരണം പറയാണ്, വളച്ചൊടിക്കുകയാണ്.
അപ്പോൾ അപ്പോഴത്തേക്ക് ഈ ഇസ്ലാമിക വികാരമുള്ളവരൊക്കെ എഴുന്നേൽക്കും. ഈ വികാരം എല്ലാവർക്കും ഉണ്ട്. ഈ മേൽജാതി കിടക്കുന്നവരുണ്ട്, താഴ്ജാതി കിടക്കുന്നവരുണ്ട്, പിന്നെ ഇസ്ലാം മതത്തിലുള്ളവർക്കുണ്ട്, ക്രൈസ്തവ മതത്തിലുള്ളവർക്കുണ്ട്, ഹൈന്ദവ മതത്തിലുള്ളവർക്കുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറെ പേരും, കുറെ സവർണ മാടമ്പിമാർ വരും. അപ്പോൾ സ്വാഭാവികമായും ഇതാണ് ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടാകുന്നത് നല്ലതാണ്.